ഗുഡ് മോർണിംഗ് ഗായ്സ്. സമയം 9:21 ആയിട്ടുണ്ട്. രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താ ഓട്സ് പ്ലസ് കെലോക്സ്. കുറച്ച് അലങ്കാരത്തിനും കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ച് സംഭവം സൂപ്പറാണ്. അങ്ങനെ കീഞ്ഞ് പോകുമ്പോഴത്തേക്ക് സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഓടി ബസ് സ്റ്റോപ്പിൽ പോയി ഫ്രീ ബസ് വന്നേരം പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. ഓടി കയറി അതിനകത്ത് എന്നിട്ടാകുമ്പോൾ ഞാൻ ഓഫീസിലെത്തി. അയ്യോ വർക്ക്. കറക്റ്റ് 11:30 ആകുമ്പോഴത്തേക്ക് ടീ ബ്രേക്ക്. അതാണല്ലോ നമുക്ക് മെയിൻ. അങ്ങനെ ഞാനൊരു ചായ വാങ്ങി അങ്ങോട്ടേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ച്. ആടെ പോയി നോക്കുമ്പോഴത്തേക്കോ മാറി നിന്ന് പപ്സ് തിന്നുന്ന എൻ്റെ ഫ്രണ്ട്സ്. അപ്പുറത്തതാ വേറൊന്ന്. ദാ ചേച്ചി പപ്സ് വേണമാ. അങ്ങനെ പപ്സ് വാങ്ങിയിട്ട് മാറിപ്പോയി. അങ്ങനെ മനസ്സമാധാനത്തിലൊരു പപ്സ് തിന്നാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അതിനും വിടില്ല. അപ്പുറത്തും ഇപ്പുറത്തും വന്നിട്ട് ഇരിക്കുന്നുണ്ട് കാലന്മാർ. അങ്ങനെ അടി ഉണ്ടാക്കിയിട്ട് ഒരു മുട്ട പപ്സ് തിന്നിട്ട് ഇരിക്കുകയാണ് അവർ. ഞാൻ അങ്ങനെ അടി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് മാറി നിന്നിട്ട് എൻ്റെ വെജിറ്റബിൾ പപ്സും കൂടി തിന്ന് പപ്സും ഒരു ചായയും. അതാണ് മോർണിംഗത്തെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ജസ്റ്റ് ചായക്കടി. അത് കഴിഞ്ഞ് വീണ്ടും വർക്ക്. അങ്ങനെ ഞാൻ പോയി ഗൈസ്. അങ്ങനെ ഉച്ചക്ക് 2:30 ആകുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ബ്രേക്ക്. ചോറ് തിന്നുന്ന എൻ്റെ ഫ്രണ്ട്സ് ഗൈസ്. അങ്ങനെ വൈകുന്നേരം പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര മഴ. ഞാനും എൻ്റെ ഫ്രണ്ട് ഹരിയും കൂടിയിട്ട് അവിടെ ഇരുന്ന് 8:23 സമയം. നെക്സ്റ്റ് പോയത് എവിടെയാ? നമ്മളെ സ്വന്തം ടീ ഷോപ്പ്. ഓഫീസ് കഴിഞ്ഞിട്ട് എപ്പോഴും നമ്മൾ ഫ്രണ്ട്സ് കൂടി കൂടുന്നത് ഈ ടീ ഷോപ്പിലാണ്. എപ്പോഴത്തെയും പോലെ തന്നെ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ പോയി ബജി വാങ്ങാൻ വിചാരിച്ചു. ബജിയില്ല, 8:30 ആയല്ലോ സമയം. എല്ലാം ബജിയും കഴിഞ്ഞൊരു ചായ പറഞ്ഞു. ചായ ചേട്ടൻ്റെ അടുത്ത് ചായ പറഞ്ഞേരം ഓൺ വീഡിയോ എടുക്കുന്നിട്ട് ആട് വിളിച്ച്. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ എന്നിട്ടൊരു ചായ വാങ്ങി. എന്നിട്ടപ്പം നെക്സ്റ്റ് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ ഫ്രണ്ട്, നേപ്പാളി ഫ്രണ്ട് ലോക്. ഡെയിലി ഈ ചായക്കൂടയിൽ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ എല്ലാവരും നല്ല കമ്പനിയാണ്. അങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ പോയാലും ഒരു ബസ് പോയി, 2 ബസ് പോയി, കുറേ ബസ് പോയി. അങ്ങനെ ലാസ്റ്റ് ഒരു ബസ്സിൽ കയറിയിട്ട് പോയിട്ടുണ്ട് ഞാൻ. അങ്ങനെ ലാസ്റ്റ് റൂമിലെത്തുമ്പോഴത്തേക്കോ സമയം 10:30. അങ്ങനെ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് മേത്തെല്ലാം ചിക്കൻ ബോക്സ് വന്നതിൻ്റെ കലയിലുണ്ടായി. അത് പോകാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽമെൻറ്റും തേടിയിട്ട് കിടക്കുന്ന രംഗമാണിത് ഗൈസ്. ഞാൻ എന്നിട്ട് ലാസ്റ്റ് ഉറങ്ങുമ്പോഴത്തേക്ക് 11:30.